നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്കൊരു AI ഇമേജസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്നാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ ഫ്രീ ആയിട്ടുള്ള ക്യാൻവ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ ക്യാൻവയിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ നേരത്തെ ഈ AI ഇമേജസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ അതെങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ക്യാൻവ നമ്മൾ ഓപ്പൺ ചെയ്യുക. ക്യാൻവ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതാണ് നമുക്ക് ഫ്രീ ആയിട്ടുള്ളൊരു ക്യാൻവ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ മേക്ക് മീ ആൻ ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. സോ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ആ ഒരു പ്രോമറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ AI ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് ക്യാൻവ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെയാണ് നമ്മൾ ആ പ്രോമറ്റ് കൊടുക്കേണ്ടത്. പ്രോമറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് അതിൻ്റെ സൈസ്, അതായത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതും പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും ആയിട്ടുള്ള സൈസുകൾ നമുക്കിവിടുന്ന് കാണാൻ സാധിക്കും. സോ അത് നമ്മളിവിടുന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സ്റ്റോറി അല്ലെങ്കിൽ റീൽസിൻ്റെ സൈസിലുള്ളതാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് എന്താണ് എന്ത് ടൈപ്പിലുള്ള ഇമേജാണ് ജനറേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രോംപ്റ്റ് നമ്മളിവിടെ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഇമേജ് ഇവിടുന്ന് ജനറേറ്റ് ചെയ്ത് തരും. സോ ആ ഇമേജ് കൊടുക്കുന്നതിന് നമുക്ക് കിട്ടാൻ വേണ്ടി ഞാനിവിടെ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. A girl from Kerala and she is walking in a street. ഞാനങ്ങനെ കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ ക്രിയേറ്റ് കൊടുത്തു കഴിയുമ്പോൾ അതിവിടെ നമുക്ക് തൊട്ട് താഴെ കാണാൻ പറ്റും. അത് ഇപ്പോൾ ആ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തത് തൊട്ട് താഴെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ കൊടുത്തതനുസരിച്ച് ഒരു 4 ഇമേജസ് ഇവിടുന്ന് വന്നിട്ടുണ്ട്. ഇത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഫസ്റ്റ് ഇമേജ്. ഇവിടെ നമുക്ക് ഈ ഇമേജ് നമുക്ക് അപ്സ്കെയിൽ ചെയ്യാൻ സാധിക്കും. അതായത് നമുക്കിതിൻ്റെ ക്വാളിറ്റി കൂട്ടിയെടുക്കാനായിട്ട് അപ്സ്കെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് അപ്സ്കെയിൽ ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷേ അത് നമുക്ക് പ്രോഗ്രാമിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇനി അത് അടുത്തൊരു ഇത് വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഓരോന്നും ഇവിടെ ബിൽഡ് ചെയ്ത് തരും. സോ നിങ്ങൾക്ക് അടുത്ത ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേന് അത് ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. She is presenting company profile meeting. ഓക്കെ, ഞാൻ അങ്ങനെ കൊടുത്തതിന് ശേഷം ഞാൻ ക്രിയേറ്റ് കൊടുക്കുന്നു. ക്രിയേറ്റ് കൊടുക്കുമ്പോൾ തന്നെ എന്താണ് അവിടെ നിന്ന് ജനറേറ്റ് ചെയ്ത് തരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഓക്കെ, ഇത് നമുക്ക് കാണാൻ സാധിക്കും. 4 ടൈപ്പിലുള്ള ഇമേജസ് ഇവിടെ നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഇത് നമുക്കിവിടുന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഇങ്ങനെ നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ഇത് നമുക്കിവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ഇൻ എഡിറ്റർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് എഡിറ്റർ എന്ന് പറഞ്ഞാൽ അതിലേക്ക് നമുക്ക് പോകും. അവിടെ ഇട്ടുകൊണ്ട് നമുക്ക് ഈ ഒരു ഇമേജ് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്കിപ്പം എന്തെങ്കിലും പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്രിയേറ്റീവ്സ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് AI യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ ഇമേജുകൾ ജനറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്.